ഹെയർ ആക്സസറീസ് മേക്കിംഗ് കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പിൻവീൽ ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് റിബണ്, ബോ മേക്കർ, ഗമ്മ്, കത്രിക, നൂല്, അലിഗേറ്റർ ക്ലിപ്പ്. ഇത്രയും മെറ്റീരിയൽസുകളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പ്രിൻറ്റഡ് ഗ്രോസ് ഗ്രെയിൻ റിബണാണ് ബോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ പിൻവീൽ ബോ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ബോ മേക്കറിൻ്റെ ബാക്ക് ഭാഗത്ത്, താഴെ ഭാഗത്ത് കൂടി ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. റിബണിൻ്റെ ഒരറ്റം ബോ മേക്കറിൻ്റെ പിൻവശത്താണ് വരേണ്ടത്. ശേഷം മുകളിലോട്ട് കൊണ്ടുവന്ന് വീണ്ടും ബാക്കിലോട്ട് ചുറ്റിയെടുക്കണം. ശേഷം ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ബാലൻസ് വരുന്ന റിബണിൻ്റെ ഭാഗം കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. റിബണിൻ്റെ സെൻറ്റർ ഭാഗത്ത്, അതായത് ബോയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് സൂചി നൂല് ഉപയോഗിച്ച് കൊണ്ട് നന്നായിട്ട് ചുറ്റിയെടുത്ത് തുന്നി കൊടുക്കണം. കുറച്ച് ടൈറ്റായിട്ട് പോയിട്ടുണ്ട്. ഇത്രയും ടൈറ്റ് ആവാതെ നോക്കണം കേട്ടോ. നമ്മൾ ബോ മേക്കറിൽ റിബണ് വെച്ചിട്ട് പിൻ ചെയ്യുമ്പോൾ ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ ബോയിൽ നിന്ന് ഊരിയെടുക്കാൻ പ്രയാസമാണ്. കുറച്ചൊരു ലൂസിൽ ചെയ്യാൻ നോക്കുക. ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോ മേക്കറിൽ നിന്നും ആ ബോ ഊരിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ തുന്നിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഊരിപ്പോരാത്ത രീതിയിൽ നല്ലോണം തുന്നി കൊടുക്കുക. നന്നായിട്ട് കെട്ടി കൊടുക്കാൻ വേണം. ഗ്രോസ് ഗ്രെയിൻ റിബൺ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ബോ ഉണ്ടാക്കാൻ നമുക്ക് സാറ്റിനേക്കാളും അതുപോലെ തന്നെ ഓർഗൻസ റിബണിനേക്കാളൊക്കെ കുറച്ചുകൂടി നല്ലത് ഈ ഗ്രോസ് ഗ്രെയിൻ റിബണാണ്. അത് പിന്നി പോവൊന്നുമില്ല. കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൈക്ക് യൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി നല്ലത് ഈ ഗ്രോസ് ഗ്രെയിൻ റിബൺ തന്നെയാണ്. ഞാൻ ഈ ബോ മേക്കറിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഈ ബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു
അറ്റം ബാക്ക് ഭാഗത്തോട്ടാണ് വരിക. രണ്ടറ്റവും ഒന്ന് മുകളിലോട്ടൊന്ന് താഴോട്ടായിട്ട് ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അതിനാണ് പിൻവീൽ ബോ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടറ്റവും കത്രിക ഉപയോഗിച്ചിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. ചെരിച്ച് കട്ട് ചെയ്യാൻ നമ്മൾ റിബണൊന്ന് മടക്കിയിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ക്ലിയറായിട്ട് കിട്ടും. ഇനി ഗമ്മ് അലിഗേറ്റർ ക്ലിപ്പിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൽ ഈ ബോ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ബോ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ കളർ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.